ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗായ്സ്, നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് യെസ്റ്റർഡേ കളിച്ച സെയിം പ്ലേ തന്നെയാണ്. ഇതുവരെ എനിക്ക് വിൻ ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല. AC മിലാൻ ലെജൻസിൻ്റെ കൂടെയാണ് ആ ഒരു ഇവൻ്റ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണില്ല. ഓൾമോസ്റ്റ് എനിക്ക് അറിയാവുന്ന എല്ലാ ഫ്രണ്ട്സും സെയിം പ്രോബ്ലം തന്നെയാണ് പറയുന്നത്. കാരണം ആർക്കും ഇത് ഫിനിഷ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. ഇതെൻ്റെ ലാസ്റ്റ് പ്ലേ ആണ്. ഇതും കൂടി വിൻ ചെയ്യാൻ വേണ്ടി സാധിച്ചില്ലെങ്കിൽ പിന്നെ ഈ ഒരു ഇവൻറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നില്ല. കാരണം എനിക്കൊന്ന് ഓൾമോസ്റ്റ് ഒരു 25-30 മാച്ചസ് അടുപ്പിച്ച് പ്ലേ ചെയ്തിട്ടുണ്ടാകും. പക്ഷേ എങ്ങനെയാണ് അവർ ഗോളടിക്കുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ല. ലാസ്റ്റ് ഞാൻ ഇനിയിപ്പോൾ മാക്സിമം ഡിഫെൻസീവ്ലി പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനാണ്. ഏതായാലും മൊത്തത്തിൽ ടീം ഒന്ന് സെറ്റ് ചെയ്യാം. കിമ്മിച്ച്, സ്നൈഡർ അറ്റാക്കിംഗ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പ്ലെയറാണ്. അതുകൊണ്ട് സ്നൈഡറിനെ സബ് ചെയ്തു. പിന്നെ ചൗമിനി വണ്ടർവാട്ടിനെ സബ് ചെയ്തു. പൊസിഷൻ ട്രെയിനിങ് റൈറ്റ് RMF. ഇത് ജസ്റ്റ് നോക്കാം. RMF വരെ ഓക്കെയാണ്. ചൗമിനി DMF. നെക്സ്റ്റ് ഞാൻ സെൻറ്റർ ഫോർവേഡ് യൂസ് ചെയ്യാതെയാണ് കളിക്കാൻ പോകുന്നത്. ഒറ്റ സെൻറ്റർ സ്ട്രൈക്കർ വെച്ച് മാത്രം പ്ലേ ചെയ്യിപ്പിക്കുന്നത്. ഇതും കൂടി വിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇനി ഈ ഒരു ഇവൻറ്റ് ഞാനിനി പ്ലേ ചെയ്യുന്നില്ല. എൻസോ DMFലേക്ക് പ്ലേസ് ചെയ്തിരിക്കുകയാണ്. നെക്സ്റ്റ് ഹാലൻഡിന് പകരം മോഡ്രിച്ച്. യെസ്, ഓക്കെ. മോഡ്രിച്ചിനെ എവിടെ കളിപ്പിക്കും? ഈ ഒരു ഗ്യാപ്പിലിടാം. ഓക്കെ ഗൈസ്, ഈ ഒരു ഫോർമുലേഷനിലാണ് ഞാൻ കളിക്കുന്നത്. കാരണം എങ്ങനെയാലും ഒരു പെനാൾട്ടി വരെ കൊണ്ടുപോയിട്ട് പെനാൾട്ടിയിലെങ്കിലും വിൻ ചെയ്യാൻ പറ്റുമോ. ഞാൻ ഇതിന് മുന്നത്തെ മാച്ചസ് പെനാൾട്ടിയിലാണ് വിൻ ചെയ്തത്. അപ്പോൾ പെനാൾട്ടി വരെ എങ്ങനെയാലും കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഡിഫെൻസ്. കാരണം ഒഫൻസ് കളിച്ചിട്ട് കാര്യമില്ല, എത്ര അറ്റാക്ക് ചെയ്തിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ഗോൾ സ്കോർ ചെയ്താലും ഈസി ആയിട്ട് അവർ തിരിച്ചടിക്കും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുവാണ്. കുറച്ചുകൂടിയും ബെറ്റർ കിമ്മിച്ചിന് റൈറ്റ് ബാക്ക് ഇടുന്നതിനും കുറച്ചുകൂടി ബെറ്റർ. കാരണം അറ്റാക്കിങ് കുറച്ചൊന്ന് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോറൻറ്റിനെ കൊണ്ട് സാധിക്കും. അതുകൊണ്ട് ലോറൻറ്റിനെ സെൻറ്റർ മിഡ്ഫീൽഡറായിട്ട് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും നമുക്ക് ഗെയിമിലേക്ക് പോകാം. എന്തോ ആകുമെന്ന് കണ്ടറിയാം. ഒന്നും ആകാനൊന്നുമില്ല, എനിക്ക് തോന്നുന്നില്ല ഈ ഒരു. കാരണം ആരും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ വിചാരിച്ച ഒരു 10-5 കളിയെല്ലാം കഴിയുമ്പം അവരൊന്ന് ലൂസ് ആകുമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഒരു രക്ഷയില്ല. സെയിം സിറ്റുവേഷൻ. 4-5-1. അയ്യോ, സ്കോഡൊന്നും നോക്കണ്ട. സ്കോഡൊന്നും നോക്കുമ്പം തന്നെ പ്രത്യേകിച്ച് ഞാൻ പറയണ്ടല്ലോ. AC മിലാൻ ലെജൻസ് സ്ക്വാഡ് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് കുറച്ചൊന്ന് ഡൗൺ ആയിട്ട് ആ ഒരു സ്ക്വാഡിൽ തോന്നിയത് കഫൂന മാത്രമാണ്. ബാക്കിയെല്ലാം തീ പോലെയാണ് കളിക്കുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ സ്ട്രൈക്കർ ഇല്ലാതെയാണ് പ്ലേ ചെയ്യുന്നത്. ഇതാണ് അവസ്ഥ. കളി തുടങ്ങി 2 മിനിറ്റിൽ ഗോളടിച്ചു. ഇതെൻ്റെ ഗെയിമിൻ്റെ പ്രശ്നമാണോ അല്ല ഇത് സ്ക്രിപ്റ്റഡ് ആണോ ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല.
2. സത്യം പറഞ്ഞിട്ട് നല്ല ദേഷ്യം വരുന്നുണ്ട് ഈ ഒരു കളി കണ്ടിട്ട്. നാറികൾ ഓഫ് സൈഡ് വരെ വിളിക്കുന്നില്ല. ഇതിന് മുന്നേ ഒരു കളിച്ച കളി ഞാൻ മാക്സിമം ഒരു 80 മിനിറ്റ്സ് വരെ ഞാൻ പിടിച്ച് നിന്നതായിരുന്നു. പക്ഷെ ഓഫ് സൈഡ് കയറിയിട്ട് ഗോൾ അടിച്ചിട്ട് ഓഫ് സൈഡും വിളിക്കുന്നില്ല. എന്താ ചെയ്യുക? ബോളൊക്കെ റിക്കവർ ചെയ്യുന്ന സ്പീഡ് കണ്ടോ? നമ്മളൊന്ന് വെറുതെ കളിക്കാതിരിക്കുന്ന ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു. ഇത്രയും ഇങ്ങനെയും ഡിഫെൻസ് ചെയ്തിട്ട് അവർ ഇത്ര ഈസിലി കളിക്കുന്നുണ്ടെങ്കിൽ സ്ക്രിപ്റ്റഡ് അല്ലാണ്ട് വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാള കോനാമി. നിങ്ങൾക്കെല്ലാം ഈ സെയിം അവസ്ഥയാണോ? ആരെങ്കിലും ഈ ഒരു ഇവൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് ആരെങ്കിലും ഉണ്ടോ? കാരണം ബോക്സിനകത്ത് പോയി കഴിഞ്ഞാൽ എവിടുന്ന് വന്നിട്ടാണ് ബോൾ റിക്കവർ ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല. മാക്സിമം ഗോൾ ആവുന്നുണ്ടെങ്കിൽ തന്നെ ബോക്സിൻ്റെ പുറത്തുനിന്ന് കിക്ക് ചെയ്തിട്ട് ഗോൾ ചെയ്യാന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ എനിക്ക് ഇത്രയും ഗെയിം പ്ലേ ചെയ്തിട്ട് എനിക്കങ്ങനെ തോന്നുന്നത്. ഷോമിനി, എൻസോ, ഇതുപോലൊരു ടഫസ്റ്റ് മാച്ച് ഞാൻ ഇതുവരെ കൊണാമി ഈ ഫുട്ബോൾ പെസ് കൊടുത്തിട്ട് തന്നെ പറയാം. ഇതുപോലൊരു ടഫായിട്ട് എനിക്ക് ചില സമയത്ത് വരുത്തുണ്ട്. പക്ഷെ ഇങ്ങനെ ഇതുപോലെ ഇട്ട് പണി തരാറില്ല. കക്കയുടെ കണ്ടോ നമ്മൾ